ടോപ്പ് സിംഗറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ MMC ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ക്വാർട്ടർ ഫൈനൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാവരും ഇന്ന് ഒരുപാട് എക്സൈറ്റഡ് ആണ്. കാരണം ടോപ്പ് സിംഗറിൽ ഇപ്പോൾ ക്വാർട്ടർ ഫൈനൽ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന 16 കണ്ടസ്റ്റൻസ് ആണ് നമുക്കുള്ളത്. അവരുടെ എല്ലാവരുടെയും ക്വാർട്ടർ ഫൈനൽ ലെവലിലുള്ള ലാസ്റ്റ് പെർഫോമൻസ് ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഉന്മേഷവും ആവേശവും ഒക്കെ ഇന്ന് നമുക്ക് കൂടുതലാണ്. എന്തായാലും നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്തതിനു ശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം, പാട്ടുകളൊക്കെ കേൾക്കാം. സോ ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, ആര്യ ചേച്ചി ആൻഡ് ഉണ്ണി അങ്കിൾ. വെൽക്കം. ആര്യ ചേച്ചി, നമ്മുടെ അടിപൊളി ഹിറ്റ്സ് വന്നിരിക്കുകയാണ്. നമ്മുടെ ക്വാർട്ടർ ഫൈനലിലെ ലാസ്റ്റ് പെർഫോമൻസുമായിട്ട് നമ്മുടെ ആൾ എത്തിയിരിക്കുകയാണ്. ആരാണ്? അബുദാബിയിൽ നിന്നും നമ്മുടെ ജനീലിയ കുട്ടി എത്തുന്നു. ലെറ്റ്സ് വെൽക്കം ജനീലിയ ഓൺ സ്റ്റേജ്. അങ്ങനെ അത് സംഭവിച്ചു. നമ്മുടെ ക്വാർട്ടർ ഫൈനലിലെ ഏറ്റവും അവസാനത്തെ ഗാനവുമായി നമ്മുടെ ആൻ പ്രൈസൺ ജനീലിയ വന്നിരിക്കുന്നു. എന്തോ തീരുമാനങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ഡാൻസ് ചെയ്യാൻ ഇതൊക്കെ കണ്ടറിയാം എന്തൊക്കെയോ വലിയ തീരുമാനം. ജിഗ ജിഗ പാട്ട് റോജാപ്പൂ കവിളത്ത്. ഞാൻ തമിഴ് പാട് റോജാപ്പൂ ആടി വന്നത് അതാണ് വിചാരിച്ചേ. അതല്ല അല്ലേ? പാട്ട് കേൾക്കാം. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ എല്ലാരും QR കോഡ് സ്കാൻ ചെയ്തിട്ട് മറക്കാണ്ട് ജനീലിയ കുട്ടിക്ക് വോട്ട് ചെയ്യാ. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. തകർക്കണം.
കള്ളനാണം അഴകിൻ മേൽ മൈയെഴുതി അരമണികൾ കൊഞ്ചി വരും ഓമനസ്സിൽ താലി ചാർത്തി 100 സ്വപ്നങ്ങൾ വിളിക്കാതെ വന്നു കളിത്തോഴിമാർ കിളിച്ചെന്ന പാടി മനപ്പൈങ്കിളി എൻ ചിപ്പിൽ നിന്നൊരു പൊന്മുത്ത് കൊതിച്ചു തുള്ളി തുടിച്ചു പോയി ചിപ്പിൽ നിന്നൊരു പൊന്മുത്ത് കൊതിച്ചു തുള്ളി പോയി. സൂപ്പർ. താങ്ക് യു പാട്ട് തീർന്നു പോയി. ഇത്രേ ഉള്ളൂ. എല്ലാം പെട്ടെന്നായിരുന്നു. ഇനിയും കേൾക്കണമായിരുന്നു. താങ്ക് യു ആര്യൻ, യെസ്, ആ ചരണം പാടാനായിട്ട് ഒരു ഓക്സിജൻ വെച്ചു കൊടുക്കൂ. വേണ്ടി വരും ഒരു ഓക്സിജൻ സിലിണ്ടർ. പോരട്ടെ, ഒരു ഓക്സിജൻ സിലിണ്ടർ നമ്മുടെ കുഞ്ഞിന്. ഇതാണ് ഡ്യുവറ്റ് ഒറ്റയ്ക്ക് പാടുമ്പോഴുണ്ടാവുന്ന ഒരു സംഘർഷം അല്ലെ, സ്ട്രഗിൾ അല്ലെ. യെസ് അനുപലയിൽ കുറച്ച് സ്ട്രഗിൾ ഉണ്ടല്ലേ. ചെറുതായിട്ട് ചെറുതായിട്ടല്ല, വലുതായിട്ട് തോന്നി കേട്ടോ. അതുണ്ടായിരുന്നു. പക്ഷേ പല്ലവി ഉണ്ടത്, യു മേഡ് ഇറ്റ് ലുക്ക് എഫേർട്ട്ലെസ്. യെസ്, താങ്ക് യു സർ. റോജപ്പൂ കവിളത്ത് കാമദേവൻ തൊട്ടപ്പോൾ കന്നിപ്പെണ്ണിന് ഒരു കള്ളനാണം അഴകിൻ മേൽ മൈയെഴുതി അരമണികൾ കൊഞ്ചി വരും ഓമനസ്സിൽ താലി ചാർത്തി 100 സ്വപ്നങ്ങൾ. റോജാപ്പൂ വന്നപ്പോ തന്നെ ഒരു ഞാൻ ഈ പാട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഹാൻഡ് ഷേക്ക് കൊടുക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അത് കൊള്ളായിരുന്നു കേട്ടോ. താങ്ക് യു സർ. ദ ഇൻട്രൊഡക്ഷൻ വാസ് വെരി നൈസ്ലി ഡൺ. വിളിക്കാതെ വന്നു കളിത്തോഴിമാർ കിളിച്ചെന്ന പാടി മനപ്പൈങ്കിളി എൻ ചിപ്പിൽ നിന്നൊരു പൊന്മുത്ത് കൊതിച്ചു തുള്ളി തുടിച്ചു പോയി ചിപ്പിൽ നിന്നൊരു പൊന്മുത്ത് കൊതിച്ചു തുള്ളി പോയി. പല്ലവിയിൽ ആ ബേസിലുള്ള സ്വപ്നങ്ങൾ എന്നുള്ളത് മാത്രം എനിക്കെന്തോ അവിടെ ക്ലാരിറ്റി വരുന്നില്ല. പല വാക്കുകൾക്കും ക്ലാരിറ്റി വന്നിട്ടില്ല കേട്ടോ. പ്രത്യേകിച്ചും നമ്മുടെ ചരണത്തിലുള്ള മധുമാധവയാമം, അതുപോലെ മധുനുകരാം, ഇതൊന്നും മനസ്സിലായി. ഞാൻ ഈ ലിറിക്ക് നോക്കിയപ്പോഴാണ് ഈ മനസ്സിലായത്. ചെക്കന് മനസ്സിലായോ? ഇല്ല, അവിടെ കുറച്ച് ബേസ് ഇതും കൂടെ ആയതുകൊണ്ട് ഞാൻ അവിടെ ബി എന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബി എന്ന് പറഞ്ഞാൽ ബ്രത്ത് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലാണ് ആ വരികൾ അവിടെ മറഞ്ഞു പോയത്. പക്ഷെ ആ വരികൾ അവിടെ ഒളിഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവരെ തിരിച്ചു നോക്കൊണ്ടൊരു കളിച്ചില്ല പൂത്തുമയങ്ങി വന്നു മധുമാധവയാമം എനിക്കുള്ളത് മധുമാധവയാമം. മധുമാധവയാമം അത് മധുവിനോട് ഇത്ര ഇഷ്ടമില്ലേ? അത് മധു മധു ഒരു വരുന്നതല്ലോ, മധു. കളിച്ചില്ല പൂത്തുമയങ്ങി വന്നു മധുമാധവയാമം എനിക്കുള്ളതെല്ലാം നൽകാമാവോളം മധുനുകരാം നീ എന്റെ കരളിൽ. ആവോളം അല്ല, ആവോളം. ആവോളം മധുനുകരാം നീ എന്റെ മധുനുകരം. അപ്പൊ അങ്ങനെയുള്ള ചില അഭിലാഷം എന്നുള്ളത് അഭിലാഷം എന്ന പാടിയത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് തോന്നിയിരുന്നു. എന്നാലും മൊത്തം എടുക്കുമ്പോഴത്തേക്കും ഒരു രസം ഉണ്ടായിരുന്നു. ഒരു ആനച്ചന്തം എന്ന് പറയുന്നില്ലേ, ആനച്ചന്തം ഗണപതി മേളച്ചന്തം, അതുണ്ടായിരുന്നു. അത് രസമായിരുന്നു. ഈ പാട്ട് അധികം നമ്മൾ കേൾക്കാത്ത പാട്ടാണ്, നമ്മുടെ ഉണ്ണിച്ചേട്ടൻ്റെ പാട്ടാണ്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഉണ്ണിയണ്ണൻ്റെ ഒരു പാട്ട് വരുമ്പോഴുള്ള സന്തോഷത്തിലാണ് ഇത് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പാട്ടിനെ കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടപ്പെടാൻ അതും കൂടെ ഒരു കാരണമായി അല്ലേ ചെക്ക? ശരിയാണ്. ഏത് ചെക്കനെ അങ്ങോട്ട് നോക്കി, ഉണ്ണി സാറും ഞാനും ഒരുപോലെ. ഉണ്ണിച്ചേർന്ന് എനിക്ക് ചെക്കാന്ന് വിളിക്കാൻ പറ്റില്ല. പക്ഷെ എസ് അവിടുന്നാ വന്നത്. അപ്പൊ ജനീലക്കുട്ടി, എന്തോ നല്ല എനർജറ്റിക് പെർഫോമൻസ്. താങ്ക് യു സർ. യെസ്, താങ്ക് യു വെരി മച്ച് ഫോർ ടേക്കിംഗ് മൈ സോങ് ആൻഡ് സുജൂസ് സോങ്. ഇത് ഔസേപ്പച്ചന്റെ മ്യൂസിക്കാണ്. ഞാൻ എഴുതിയത് നമ്മുടെ കൈതപ്രം സാർ. ഇത് പാടിയിട്ട് എത്ര വർഷങ്ങളായി അറിയോ? എത്ര വർഷമായി? ഏത് വർഷമായിരുന്നു? 99 പാടിയതാണ്. ഓക്കെ, അപ്പൊ താങ്ക് യു വെരി മച്ച് ഫോർ ടേക്കിംഗ് ദി സോങ് ആൻഡ് യു ഡിഡ് ഇറ്റ്. നന്നായി ചെയ്തു കേട്ടോ, നല്ല കോൺഫിഡന്റ് ആയിട്ട് ചെയ്തു. പിന്നെ ഡുവറ്റ് എടുക്കുമ്പോഴത്തെ പ്രശ്നം പറഞ്ഞില്ലേ, കുറച്ച് ബ്രെത്തിന്റെ ഒരു ഇഷ്യൂസ് വരും. സോ ദാറ്റ്സ് ഓക്കെ കേട്ടോ.
അതൊക്കെ ഗെറ്റ് ഓവർ എനിക്ക് ആദ്യമൊക്കെ കേൾക്കുമ്പോൾ വല്ലാതെ ഉണ്ടായിരുന്നു തുടക്കത്തില്. പക്ഷെ ഇപ്പോൾ യു ഗോട്ട് ഓവർ ഇറ്റ്. നല്ല പല വാക്കുകളും വളരെ ക്ലീൻ ആയിട്ട് പറയുന്നുണ്ട്. ഐ ലൈക്ക് ഇറ്റ്. താങ്ക് യു സർ. ബ്യൂട്ടിഫുൾ. താങ്ക് യു സർ. ഇനി എന്ത് വേണം ജനീലെ കുട്ടി? ഉണ്ണി സാറിന് ഒത്തിരി ഇഷ്ടമായെന്ന് പറഞ്ഞില്ലേ? അല്ലേ? ഹാപ്പി ആയില്ലേ? യെസ്. യെസ്. മിടുക്കിയായിട്ട് പാടി കേട്ടോ. നല്ല ഒരു ബോൾഡ് പെർഫോമൻസ് ആണ്. ഡാൻസ് മൂവ്മെന്റ്സും ഗ്രേസ്ഫുൾ ആയിരുന്നു. മൂവ്മെന്റ്സ് നല്ല really good. രസമുണ്ടായത്. താങ്ക് യു. അത് നല്ല രസമായിട്ട് ചെയ്തു. കുറച്ചുകൂടെ പൊക്കം വെച്ചായിട്ട് തോന്നുന്നു. അതാ ബൂട്ട്സിന്റെ യെസ്. അപ്പോ മിടുക്കിയായിട്ട് പാടി. എനിക്കും ആ ഡ്യുവറ്റ് ആയതുകൊണ്ടുള്ള ബ്രെത്തിന്റെ ഒരു ഇഷ്യൂ മാത്രമാണ് തോന്നിയത്. പിന്നെ ആ ഒരു നോട്ട് ചേഞ്ച് വരണില്ലേ? ആ നോട്ട് ചേഞ്ച് വരുമ്പം ഇറ്റ്സ് ലൈക്ക് ആ സ്റ്റാമ്പ് ഇല്ലാത്ത പോലെ ഉണ്ട് അവിടെ. ആ ഒരു സഡൻ ചേഞ്ച് വരുമ്പോൾ പാട്ട് ഡെലിവർ ചെയ്യുമ്പോഴായിട്ട് കൊടുക്കുന്ന ആ ഒരു പവർ ഇല്ലേ, ഒരു ഇങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്ന ഒരു പവർ ഉണ്ടല്ലോ, അതില്ലാത്ത പോലെ കൂടെ ഫീൽ ചെയ്തു എനിക്ക് കേട്ടോ. ബാക്കിയൊക്കെ മിടുക്കിയായിട്ട് പാടി. സൂപ്പറാണ്. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മാർക്കറിയാം? യെസ്. ജനീല കുട്ടി എന്താ മാർക്ക് വേണ്ടേ? വേണം. 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 അതിനായിട്ട് ഇങ്ങനെ ഉച്ച നോക്കിക്കൊണ്ടിരിക്കുക നിങ്ങളെ 3 പേര്. പക്ഷെ ഇന്ന് അത്ര ടെൻഷനൊന്നുമില്ല. ഇല്ല ഇല്ല. ഇന്ന് കഴിഞ്ഞ എപ്പിസോഡിലായിരുന്നു, അതിന് മുമ്പത്തെയാ. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വളരെ കൂളാ യെസ്. അല്ലേ? കൂളാവണമെന്ന് ചോദിച്ചല്ല. വിചാരിച്ച് Okay, you're getting 97 out of 100. താങ്ക് യു സർ. മതം കൊണ്ട് വണ്ടിനു ദാഹം പ്രിയരാഗ പൂവിന് മോഹം എനിക്കൊന്നു നൽകും നിന്നിൽ തുടിതാളം തുള്ളും മധുരം ഈ രാത്രി മഴയിൽ എന്നിലുള്ള ലഹരി അഴകും പകരാം ഞാൻ രാജപ്പൂ കവിളത്ത്. ജനീലിയ കുട്ടി, ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് കാണാം. ബൈ. ബൈ ജനീല കുട്ടി. അഴകിന്മേൽ മൈയെഴുതി അരമണികൾ കുഞ്ചി വരും. ആര്യ ചേച്ചി, യെസ് മീനുട്ടാ. ഒരു പ്രശസ്തനായ വളരെ നല്ലൊരു മനുഷ്യന്റെ പാട്ടാ അടുത്തത് വരാൻ പോകുന്നത്. ആ മനുഷ്യനെ അറിയോ? ഇല്ല. ഇല്ലല്ലോ. ഉണ്ണിയങ്കൾ അറിഞ്ഞൂടല്ലോ. എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ഒരു പരിചയമല്ലേ ഉള്ളൂ. എന്നാലും അങ്ങനെ വലിയ എവിടുന്നാ? ദൂരെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പണ്ട്. അങ്ങനെ അടുത്ത ബന്ധമൊന്നുമില്ല. ജസ്റ്റ് എവിടെ വെച്ച് കണ്ടൊരു പരിചയം അങ്ങനെ. അതെ. ആ മനുഷ്യൻ ആരാണെന്ന് നമുക്ക് വന്നു കഴിഞ്ഞിട്ട് ചോദിക്കാം. പാട്ട് പാടാനെത്തുന്ന ആരാന്നറിയാമോ? ആരാ? ഇവിടുത്തെ ഏറ്റവും പീക്രികളിൽ ഒന്നായിട്ടുള്ള നമ്മുടെ ദ്വിതിക്കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം ദ്വിതിക്കുട്ടി ഓൺ സ്റ്റേജ്. നമ്മുടെ പവർ ഹൗസ് ആണ്. ഓക്കെ. ഓ, ദ്വിതിക്കുട്ടി കുറച്ച് കൂടുതലുണ്ട് കേട്ടോ ഇൻട്രോ. അല്ലൊരു കുഞ്ഞു പൊട്ടാസാണ് കേട്ടോ. ഇങ്ങനെ എനിക്ക് ഭയങ്കര കാമായിട്ടിരിക്കും. പക്ഷെ പാട്ട് പാടി തുടങ്ങി കഴിഞ്ഞ പ്രാവശ്യം മിഴിയോരം നനഞ്ഞൊഴുകും കേട്ടില്ലേ? എത്ര ആൾക്കാർ പറഞ്ഞെന്നറിയാൻ എടുത്ത് ദ്യുതിക്കുട്ടി എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പാടുന്നത്. ഓ എന്താ കുളിരോ, എന്ത് രസമായിരുന്നു. ഇന്നും കൂടെ എനിക്ക് മെസ്സേജ് വന്നുള്ളൂ കേട്ടോ. എത്ര പാട്ടാണ്. ദാറ്റ് ഈസ് വൈദ്യുതി. ഇന്നത്തെ പാട്ട് വൈദ്യുതിക്ക് ടഫാണോ? പക്ഷെ ഈ പാട്ട് ഇന്ന് പാടാൻ പോകുന്ന പാട്ട് എനിക്ക് വളരെ അരുമയായിട്ടുള്ള, എൻ്റെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു കോമ്പസിഷനാണ്. വിലാപങ്ങൾക്കപ്പുറം എന്ന് പറഞ്ഞ ചിത്രത്തിൽ TV ചന്ദ്രൻ സാർ, ഗ്രേറ്റ് ഡയറക്ടർ, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു അവസരം കിട്ടിയപ്പോൾ ചെയ്തതാണ്. ഗിരീഷേട്ടനാണ് എഴുതിയത്. മാത്രമല്ല ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ലിറിക്കിനും ഇതിൻ്റെ സംഗീതത്തിനും ഇത് പാടിയതിനും സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് പാടിയിരിക്കുന്ന അസാധ്യമായിട്ട് പാടിയിരിക്കുന്ന നമ്മുടെ മഞ്ജരിയാണ്. അത് നമ്മുടെ ദ്യുതിക്കുട്ടി അത് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. അത് ഗംഭീരമാവട്ടെ. ഏത് പാട്ടാണെന്ന് പറഞ്ഞത് ദ്യുതിക്കുട്ടി? മുള്ളുള്ള മുരിക്കിന്മേൽ. മുരുക്കിന്മേൽ കേട്ടാ കേക്കല്ലേ? അപ്പൊ യെസ്. നമ്മുടെ ദ്വിതിക്കുട്ടി പാടാൻ പോവാണ്. എല്ലാ പ്രേക്ഷകരും QR കോഡ് സ്കാൻ ചെയ്തിട്ട് ദ്വിതിക്കുട്ടിക്ക് വോട്ട് ചെയ്യാ. ദ്വിതിക്കുട്ടി ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മുള്ളുള്ള മുരിക്കിന്മേൽ മൂവന്തി പടർത്തിയ മുത്തുപോലെ തൊടുത്തോരു പനിനീര് കാറ്റൊന്നനങ്ങിയാൽ കരൾ നൊന്തു പിടയുന്ന കണ്ണാടി കവിള
എൻ്റെ പൊന്നെ മുത്തേ ഇങ്ങോട്ട് പോയി. ആദ്യം എന്താണെന്ന് വെച്ചാൽ ഈ പാട്ട് പാടിയതിന് ഇങ്ങനെ ചേർത്ത് നിർത്തണം നമ്മുടെ കുഞ്ഞിനെ, നമ്മുടെ ഹൃദയങ്ങളോട് ചേർത്ത് നിർത്തണം. ഇതൊരു വളരെ ടഫായിട്ടുള്ള സോങ് ആണ് എന്ന് പറഞ്ഞാൽ പാടാൻ ആണ്. എസ്പെഷ്യലി ഒരുപാട് സംഗതികളുണ്ട്, ഡീപ്പാണ്, ലിറിക്കലി ഡീപ്പാണ്, മ്യൂസിക്കലി ഡീപ്പാണ്, വേരിയേഷൻസ് ഉണ്ട്. ഇതെല്ലാം കൺസീവ് ചെയ്യണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം ഇങ്ങനെ ആലോചിക്കായിരുന്നു, മോൾ ആദ്യം ഈ പാട്ട് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഇതെങ്ങനെ നമ്മുടെ കുഞ്ഞുമോക്ക് ഇത് ഒരു വലിയ ഭാരമല്ലേ എന്ന് ഞാൻ ഓർക്കായിരുന്നു. ശരിക്കും ഭാരമാണ്, പക്ഷെ ആ ഭാരം പോലും നമ്മുടെ മകള് ഒരുപാട് ഇടങ്ങളിൽ അത് എങ്ങനെയെന്ന് അറിയുന്നില്ല, ഒരു അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ അത് ഏറ്റെടുക്കുന്നുണ്ട്, അത് ജീവനായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പം അതിന് നമുക്കൊരു വലിയൊരു സലാം കൊടുക്കണം. കണ്ടാ കണ്ണാടി വെച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് തോന്നുമോ ഇതൊക്കെ മുള്ളുള്ള മുരിക്കിന്മേൽ ആ പാട്ടൊക്കെ എടുക്കാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടോ? ആ, എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ നേരത്തെ മിഴിയോരെ എടുത്തപ്പോൾ എനിക്ക് തോന്നി തീർച്ചയായിട്ടും നമുക്ക് എടുക്കാം. പക്ഷെ ഇത് തീർച്ചയായിട്ടും ഭാരം കൂടുതലാണ് കുഞ്ഞിന്. ഈ സെലക്ഷൻ ഈ സമയത്ത് വേണ്ടായിരുന്നു എന്നും കൂടെ, എൻ്റെ പാട്ടായിരുന്നിട്ട് പോലും എനിക്ക് തോന്നുന്നുണ്ട് ഈ സമയത്ത് ഈ ഒരു സെലക്ഷൻ വേണ്ടാന്ന്. വൈ ഡു വി ഹാവ് ടു ടേക്ക് കോംപ്ലക്സ് സോങ്സ്? സിമ്പിൾ ആയിട്ടുള്ള സോങ്സ് കുഞ്ഞ് സിമ്പിളായിട്ട് പാടിക്കഴിഞ്ഞാൽ അതിന് വലിയ രീതിയിലുള്ള ഒരു പ്രകാശം വരില്ലേ, ഇല്ലേ ക്യാപ്റ്റൻ? അല്ലേ? എന്നിട്ട് മാടപ്പിറാവിന്റെ മനസ്സുള്ള നിന്റെ മാറിൽ മൈലാഞ്ചി ചോര കൊണ്ട് വരഞ്ഞതാരെ, അതിന് അത് ഉഗ്രനായിട്ട് ആ മാടപ്പിറാവിന്റെ രണ്ടാമത്തെ സംഗതിയൊക്കെ ഉണ്ടല്ലോ, ശരിക്ക് അവിടെ തന്നെ എത്തിച്ചേട്ടോ. അതിന് സമ്മതിച്ചേ പറ്റൂ നമ്മുടെ കുഞ്ഞിനെ. മിടുക്കി എന്ന് പറഞ്ഞാൽ ചെറിയ മിടുക്കി എന്നല്ല, ഞാൻ പണ്ട് പറഞ്ഞത് ഒന്നുകൂടെ പറയുന്നു, മിടുക്കി.
നല്ലത്. നന്നായിരുന്നു അത്. നല്ല നല്ലത്. പെർഫോമൻസ്, വെരി നല്ലത്. ഗുഡ് പെർഫോമൻസ്. നല്ലത്. എനിക്ക് മാർക്ക് കിട്ടും. എത്ര മാർക്ക് കിട്ടും? 100. 100 ആയി. അതിന് 100 കിട്ടി. 100 ആയിരിക്കും. അപ്പൊ മാടപ്പിറാവിന്റെ ഒന്നുകൂടെ പാടി കേൾപ്പിക്കാമോ? മാടപ്പിറാവിന്റെ മനസ്സുള്ള നിന്റെ മാറിൽ മൈലാഞ്ചി ചോര കൊണ്ട് വരഞ്ഞതാരേ. അതാണ്. ആഹാ, മനസ്സ് നിറഞ്ഞു, ആത്മാവിനെ തൊടും അവിടെയൊക്കെ. പിന്നെ അടുത്ത ഇതുണ്ട്, നെഞ്ചില് തിളക്കണ, അത് പാടാമോ? നെഞ്ചില് തിളക്കണ സങ്കട കടലുമായി എന്തിനെന്നറിയാതെ വിതുമ്പും പെണ്ണേ. ആഹാ. സബാഷ്. എന്നോട് ശരിക്കും ഈ പാട്ട് പാടണമെങ്കിൽ കുറെ ജീവിതാനുഭവം കൂടെ വേണം കേട്ടോ. എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ കുറേ അധികം വിഹോലതകൾ ഈ പാട്ടിലുണ്ട്. അത് നോട്ട്സിലൂടെയും ലിറിക്കിലൂടെയും അത് കൃത്യമായിട്ട് വരുന്നുണ്ട്. പക്ഷെ മുത്തുപോലെ തുടുത്ത ഒരു പനിനീരാണ് നമ്മുടെ കുഞ്ഞ്. സംഗീതത്തിന്റെ ഒരു പനിനീരാണ് അത്. ഭയങ്കര നമുക്ക് ഈശ്വരനെ നേരിട്ട് കാണാൻ പറ്റുന്ന ഇത്തരം കുഞ്ഞുങ്ങളിലൂടെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു വലിയൊരു വരദാനാണ് നമ്മുടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 നമ്മുടെ ദ്യുതി ഉണ്ടല്ലോ എന്നുള്ളത്, അല്ലേ? അങ്കിൾ ഒത്തിരി ഇഷ്ടമായിട്ടോ. ഉമ്മ. Thank you. ജ്യോതികുട്ടി ഓ, മനോഹരമായി പാടി കേട്ടോ. താങ്ക് യു. ഈ ടോപ്പ് സിംഗറിന്റെ ഒരു അഭിമാനം, ഒരു അഹങ്കാരം ഒക്കെയാണ് ഈ ദ്യുതിക്കുട്ടി കേട്ടോ, മീനുട്ടി. അതെ. അല്ലേ? ഒരു വളരെ അൺഅസ്യൂമിങ് ആണ്. ഈ കുട്ടി ഇത് പാടുമോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളെ അതിശയിപ്പിക്കും, നമ്മളെ വിസ്മയിപ്പിക്കും. ഈ ഒരു കോംപ്ലക്സ് ട്യൂൺ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എങ്ങനെ പാടാൻ പോകുന്നു. കുട്ടൻ പറഞ്ഞ കറക്റ്റാ. ഞാൻ ആര്യയായിട്ട് ഡിസ്കസ് ചെയ്തു, ഇത് കുറച്ച് ഹെവി അല്ലേ ഈ മോൾക്ക് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ പുഷ്പം പോലെ പാടി. എവിടെയാണ് മോൾക്ക് ഒരു ഗ്ലൂം വന്ന് അറിയില്ലേ മോൾക്ക്? 2 സ്ഥലത്ത് വന്നു അല്ലേ? മാടപ്പിറാവിന്റെ അത് നല്ല ഹെവിയാണ്. അത് അത്രയും ഹൈ പാടി വന്നിട്ട് പിന്നെ അത് എടുക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി വന്നിരിക്കും. പക്ഷെ അത് നമുക്ക് നെഗ്ലിജിബിൾ ആണ് ഈ പാട്ടിൽ. ഈ പാട്ട് എടുക്കാൻ കാണിച്ച ധൈര്യത്തിന് കൊടുക്കണം മാർക്സ്. ഇത്രയും ചെറിയ മോളല്ലേ ഇത്, കേവലം 7-8 വയസ്സുള്ള ഒരു മോള് ഒരു ഹെവി സോങ് എടുത്ത് പാടുക, അതും മനോഹരമായി പാടുക. ശരിക്കും ഓഡിയോ മാത്രം നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ സിംഗർ പാടുന്ന ഫീലാണ്. അത്രയും മനോഹരമായിരുന്നു. വേറെ ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇഷ്ടപ്പെട്ടു. യെസ്, യാതൊരു സംശയമില്ല. ഗംഭീരായിരുന്നു. താങ്ക് യു. ജ്യോതികുട്ടാ ഓ, മിടുക്കിയായിട്ട് പാടി കേട്ടോ. താങ്ക് യു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ആ ഒരു പെയിൻ ഉണ്ടല്ലോ, ആ പെയിനിന്റെ അംശങ്ങൾ ഇങ്ങോട്ടേക്ക് മെല്ലെ 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 ആയിട്ട് വരുന്നുണ്ടായിരുന്നു. നെഞ്ചില് തിളക്കണ സങ്കട കടലുമായി എന്തിനെന്നറിയാതെ വിതുമ്പും പെണ്ണേ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. താങ്ക് യു. ഇടയ്ക്ക് 2 ഗ്ലൂം ഒക്കെ വന്നല്ലോ. ഡ്രൈ ആയിപ്പോയോ? എന്ത് പറ്റിയതാ? അത് പെട്ടെന്ന് അങ്ങനെ അങ്ങനെ വന്നു. വന്നു. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, മിടുക്കിയായിട്ട് പാടി. ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ആരാ പഠിപ്പിച്ചേ മോളെ പാട്ട്? വൈശാഖാണോ? എല്ലാവരും എല്ലാവരും കൂടി അല്ലേ? കൂടിയാ. യെസ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ്. യെസ്. കാരണം ഈ മോളെ ഇങ്ങനെ പഠിപ്പിച്ച് ഇത്രയും ഭംഗിയായിട്ട് പഠിപ്പിച്ചില്ലേ, വെരി ഗുഡ്. മാർക്ക് അറിയാം ദ്യുതികുട്ടാ? ഓക്കെ. ഇന്നത്തെ മാർക്ക് അറിയണ്ടേ? പറയട്ടെ. ഇറ്റ് ഈസ് 96.25 ഔട്ട് ഓഫ് 100 ഫോർ ദ്യുതികുട്ടി. അപ്പൊ ടാറ്റ, ബൈ ബൈ, സി യു. ആരിക്കുടി, യെസ് സർ. മീനൂട്ടി മാത്രം ഇവിടെ വന്നാൽ മതിയാ? ഒരു ചേഞ്ച് നല്ലതല്ലേ? നമുക്ക് ഇടയ്ക്ക്? പറ്റും. പറ്റിക്കും നമ്മള്. പറ്റിക്കും. നമ്മൾ പറഞ്ഞു പറ്റിക്കും അല്ലേ? അപ്പോ ക്വാർട്ടർ ഫൈനൽസ് അങ്ങനെ ചൂട് പിടിക്കുകയാണ്. നമുക്ക് അടുത്ത ഒരു പെർഫോമൻസിലേക്ക് പോവാം. അതിനുവേണ്ടി നമ്മുടെ കുഞ്ഞ് എസ്തറിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. വേണ്ടേ? Yes, വേണ്ടേ? വിളിക്കാം. യാ, എസ്തറുടെ കുറുമ്പി എസ്തർ കുട്ടി കുറുമ്പി എസ്തർ കുട്ടി കുറുമ്പേ. കുറുമ്പി.
ആരാ ഇത്? പാത്തുക്കുട്ടി. പാത്തുക്കുട്ടി. പാത്തുക്കുട്ടിയാണത്, എസ്തർ കുട്ടിയേ അല്ല. ഏത് പാട്ടാണ്? തട്ടം പിടിച്ച് വലിക്കല്ലേ. മൈലാഞ്ചി ചെടിയെ. വലിക്കല്ലേ എന്നല്ലേ, ബലിക്കല്ലേ എന്നല്ലേ? വലിക്കല്ലേ. ബലിക്കല്ലേ. തട്ടം പേടിച്ച് ബലിക്കല്ലേ, അങ്ങനല്ലേ? ആ, അതാണ് ഞാൻ ചോദിച്ചത്. ആ, പിടിച്ച് ബലിക്കട്ടെ. വേണ്ട. വേണ്ട. പാട്ട് എങ്ങനെയുണ്ട്? പാട്ട് ഇഷ്ടമാണോ? ഒത്തിരി ഇഷ്ടമാണോ? ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ഇഷ്ടമായി പാട്ട്. രമേശ് ജിയുടെ എത്ര പാട്ടുകളാണല്ലേ നമുക്ക് ഇഷ്ടമുള്ളത്. അതുപോലെ ഇത് എഴുതിയിരിക്കുന്നത് റഫീഖ് ജി ആണ്, റഫീഖ് അഹമ്മദ് ആണ്. അപ്പൊ റഫീഖ് ജി ഹായ് ഹായ്, രമേശ് ജി ഹായ് ഹായ്. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം. ഹായ് ഹായ്. ഓൾ ദി ബെസ്റ്റ് എസ്തർ ബേബി. നന്നായി പാടണേ. യെസ്. എസ്തറിന് വോട്ട് ചെയ്യാം. താഴെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യാം. തട്ടം പിടിച്ച് വലിക്കല്ലേ മൈലാഞ്ചി ചെടിയെ. തട്ടം പിടിച്ച് വലിക്കല്ലേ മൈലാഞ്ചി ചെടിയെ. വെള്ളിക്കൊലസിന്മേൽ ചുറ്റിപ്പിടിക്കല്ലേ തൊട്ടാവാ
പേടി നിർത്താൻ പറ്റുന്നില്ല. എങ്ങനെ നിർത്തും ഇങ്ങനെ പാടിക്കഴിഞ്ഞാൽ? തൊട്ടാവാടി പാടിയില്ലേ? തൊട്ടാവാടിയിൽ തൊട്ടിട്ടുണ്ടോ? തൊട്ടാവാടി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ നിൽക്കുന്ന തൊട്ടാവാടി തൊട്ട് കഴിഞ്ഞാ ഇങ്ങനെ വാടി പോവില്ലേ? ഇങ്ങനെയോ അല്ലേ? ആ പക്ഷെ ആ തൊട്ടാവാടി പാടിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓ അതൊന്ന് പാടാമോ? തട്ടം പിടിച്ച് വലിക്കല്ലേ മൈലാഞ്ചി ചെടി വെള്ളിക്കലസിന്മേൽ ചുറ്റി പിടിക്കല്ലേ തൊട്ടാവാടി ആഹാ. അടുത്ത് തൊട്ടാവാടിത്തൈ തൊട്ടാവാടിത്തൈ. ഞാൻ ഇവിടെ ഇല്ല കേട്ടാ. ഞാൻ അലിഞ്ഞ് ഇങ്ങനെ പുക പോലെ പോയി. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ആ ഞാൻ ഇപ്പൊ തിരിച്ചു വന്നാണേ. ഓക്കെ. പിന്നെ പടവിൽ നിന്ന് പാടിയില്ലേ? പടവിൽ വന്നിട്ട് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തില്ലേ? അങ്കിളിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ കുഞ്ഞ് മൗനത്തിന്റെ ഒരു വാല്യൂ അറിയുന്നുള്ളതാണ്. ചെറിയൊരു സൈലൻസ്. ആ സൈലൻസ് എത്രത്തോളം മ്യൂസിക്കിനെ എൻഹാൻസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവിടെ അബ്സൊല്യൂട്ട് സൈലന്റ് ആയിട്ട് വിടുന്നത്. റെക്കോർഡിങ്ങിൽ എങ്ങനെയാണ് സൂചിച്ച് അത് മനസ്സിലാക്കി ആ രീതിയിൽ ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ ഈ കുഞ്ഞ് അത് മനസ്സിലാക്കുന്ന എന്നുള്ളതാണ്. എന്നിട്ട് രണ്ടാമത് എടുക്കുമ്പോൾ ആ സൈലൻസിൽ നിന്ന് പിന്നെയും മ്യൂസിക്കിനെ ഗ്രാബ് ചെയ്യുന്നുണ്ട്. അത് ഒരു സംഭവമാണ് കേട്ടോ. ആ അത്തരം നിമിഷം. അതുപോലെ വെള്ളം എന്ന് പാടിയില്ലേ? അതെങ്ങനെയായിരുന്നു? എടുത്തോ ഇഷ്ടം പോലെ എടുത്തോ. അടുത്തത് ആ ഹമ്മിങ് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ആ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരു ദിവസം മൊത്തം പറയാനുള്ള കാര്യങ്ങളുണ്ട് അല്ലേ ഉണ്ണിച്ചേട്ടാ? പിന്നെ ഒരുപാട് എന്തൊക്കെയാണ് പാടി വെക്കണേ? അതായത് നമ്മളെ വിസ്മയപ്പെടുത്തുകയാണ്. ആ വിസ്മയമാണ്. വിസ്മയം. ആ ശരിക്കും വിസ്മയിപ്പിക്കുന്നു. ദാറ്റ് ഈസ് ദ വേർഡ്. യെസ്, വെരി മാജിക്കൽ. അതെ. രസം എന്താ വെച്ചാല് അവൾക്ക് ബ്രെത്ത് ശരിക്കും കിട്ടുന്നില്ല. അതെ. പക്ഷെ എങ്ങനെങ്കിലും എത്തിപ്പിടിച്ച് അവിടെ എത്തിക്കുള്ളൂ. അത് ശ്വാസം കിട്ടാണ്ടാവുമ്പോഴേ മുഖമൊക്കെ മാറി വരും. മുഖമൊക്കെ മാറും. പക്ഷെ ഓൺ ടെമ്പോ വന്ന് അത് അവസാനിപ്പിക്കും എങ്ങനെങ്കിലും. അതാണ് ഏറ്റവും അതിശയിപ്പിക്കുന്നത്. ബ്യൂട്ടിഫുൾ. വണ്ട കിഡ്സ്. മോളെ ഭംഗിയായി പാടി മോളെ. വൺ ഓഫ് എ കൈൻഡ് ആണ്. ആ യെസ് യെസ്. അതിമനോഹരമായി പാടി. ഒരു ജീനിയസ് ഉണ്ട് അവളുടെ ഉള്ളില് അല്ലേ? എന്തൊരു സെൻസിബിൾ അറിയോ സിംഗിങ്. വളരെ സെൻസിബിൾ ആയിട്ടാണ് ഓരോ സ്ഥലത്തും ആ സംഗതി പാടുമ്പോൾ കൈ വരുന്നുണ്ടല്ലോ. ആ കൈ എക്സാക്ട് ഹെർ വോക്കൽസ് ആണ്. ശരിക്കും വോക്കൽ എങ്ങനെ പറഞ്ഞാൽ അതേമാതിരി കൈ വരുന്നത്. സോ അത്രയും ബ്രില്യൻ്റ് ആണ്. 8 വയസ്സിൽ ഷീസ് ക്രിയേറ്റിംഗ് മാജിക്കൽ സിംഗിങ്. ഇതാണ് മാജിക്. ഓക്കെ. പിന്നെ മോൾക്ക് ഈ വയസ്സിൽ പാടാവുന്ന അത്രയും പാടിയിട്ടുണ്ട്. പിന്നെ നമ്മളതിൽ ഇംപെർഫെക്ഷനും അതൊന്നും ഇപ്പം നോക്കുന്നില്ല കേട്ടോ. ബ്യൂട്ടിഫുൾ. ശരിക്കും നമ്മുടെ ഫീലുമാണ് നമ്മുടെ എസ്തർ കുട്ടി. ഫീലുകുട്ടിയാണ്. മിടുക്കി കേട്ടോ. ഇതെങ്ങനെ എത്ര ദിവസം കൊണ്ട് പഠിച്ചു ഇത്? 4 ദിവസം. ഓ സിമ്പിൾ ആയിട്ടാ പറയണേ. 4 ദിവസം. അത് എസ്തർ കുട്ടിക്ക് നാച്ചുറലി ഉള്ളൊരു ടാലന്റ് ആണ്. ഇപ്പൊ ഏത് പാട്ട് പാടിയാലും ആ ഒരു ഫീല് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് എസ്തർ കുട്ടിയുടെ കഴിഞ്ഞ പല പെർഫോമൻസിലും കണ്ടിട്ടുണ്ട്. സൂപ്പറാണ് കേട്ടോ അത്. പല മെലഡീസ് പാടുമ്പോഴും എസ്തറിനേക്കാളും വലിയ പാട്ടായിരിക്കും അത്. എന്നാലും എസ്തർ കുട്ടി അതൊക്കെ പാടി അങ്ങ് കൈൻ്റെ ഉള്ളിലാക്കും കേട്ടോ. താളത്തിന്റെ സെൻസ് ഭയങ്കര. താളത്തിന്റെ സെൻസ് ആ ഒരു ടൈമിംഗ് ഉണ്ടല്ലോ. ഓരോ സെന്റൻസും നിർത്തുന്ന ആ ഒരു ടൈമിംഗ് ഉണ്ടല്ലോ. ആ സ്പേസ് നല്ല രസമായിട്ട് പാടുന്നു. പിന്നെ ഓരോന്നിന്റെയും ആ ഒരു എക്സാക്ട് നുവാൻസസ് മനസ്സിലാക്കാനുള്ള ഒരു സെൻസിബിലിറ്റി ഉണ്ട് അല്ലേ? എക്സ്പ്രഷൻ ക്വീനാ. യെസ്. എന്തൊക്കെ പേരാ നോക്കി. എക്സ്പ്രഷൻ ക്വീൻ, ഫീലുട്ടി. അപ്പൊ പാത്തുക്കുട്ടി മിടുക്കിയായിട്ട് പാടി. നല്ല ക്യൂട്ട് പെർഫോമൻസ്. ഓക്കെ പാത്തുക്കുട്ടി മാർക്ക് വേണ്ടേ? തരട്ടെ?
എത്രയാ അറിയോ? ഒരു ഐഡിയ ഉണ്ടോ? 98 അല്ലെങ്കിൽ 100. 98 അല്ലെങ്കിൽ 100. 98 അല്ലെങ്കിൽ 100 ഇടയിലൊന്നുമല്ല. അപ്പൊ എന്റെ ഇടയിലായാലോ? ഇടയിൽ 99 ഉണ്ടല്ലോ. 98.25 ഉണ്ട്, 98.5 ഉണ്ട്, 98.75 ഉണ്ട്, 99 ഉണ്ട്. കുറേ മാർക്ക് ഉണ്ടല്ലോ ഇടയില്. ഏതെങ്കിലും മതിയാ? 100. 100 കിട്ടിയാ ഓക്കെ. മോൾക്ക് ഇന്ന് കിട്ടുന്നത് 98.6 ഔട്ട് ഓഫ് 100. അപ്പൊ പാത്തുക്കുട്ടി, എന്തോ ക്വാർട്ടർ ഫൈനലിലത്തെ 3 പാട്ടും കഴിഞ്ഞില്ലേ? ഇപ്പൊ മനസ്സിലായോ എന്താ ക്വാർട്ടർ ഫൈനലിന്? ഇല്ല അല്ലേ? നിന്റെ സിന്റെ നോക്കിയേ, മിടുക്കി, സൂപ്പറായി പാടി കേട്ടോ. 3 പാട്ടും സൂപ്പർ ഡ്യൂപ്പറായി പാടി എസ്തർ ബേബി. ഓക്കെ, നീ സുഖമായിട്ട് എന്റെ പൊന്നു പോയി കിടന്നുറങ്ങിക്കും. ചാച്ചി ഉറങ്ങിക്കോ ഇങ്ങനെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബൈ. Good night. നമ്മുടെ ക്വാർട്ടർ ഫൈനൽസ് ഇങ്ങനെ ചൂട് പിടിച്ചോണ്ടിരിക്കുകയാണ് അല്ലേ? യെസ്, ഗംഭീര പെർഫോമൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? Yes. ആദ്യം നമുക്ക് തോന്നി കുറച്ച് ടെൻഷൻ അല്ലേ, ശരിക്കും. കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവുന്നുള്ളത്. പക്ഷെ ശരിക്കും. പിന്നെ കാര്യങ്ങൾ ട്രാക്കിലായി അല്ലേ? യെസ്, അതെ, നമുക്ക് അടുത്ത ആളെ വിളിച്ചാലോ? വിളിക്കാം. അപ്പൊ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. യെസ്. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി മൈഥിലി. അപ്പൊ ഏത് പാട്ടാണ്? ചോലമലം കാറ്റടിക്കണം. വളരെ ശ്രദ്ധയോടെ പാടേണ്ട പാട്ടാണ്. എന്തുകൊണ്ടാണ്? മൂവിയുടെ പേര് ശ്രദ്ധ. അപ്പൊ ശ്രദ്ധിച്ച് പാടണേ മൈദു. എന്ത്? മേക്ക് ഇറ്റ് ഗ്രേറ്റ്. ഓക്കെ, യെസ്. അങ്ങനെ ക്വാർട്ടർ ഫൈനലിലത്തെ 3ാമത്തെ പെർഫോമൻസുമായി നമ്മുടെ മൈഥിലി കുട്ടി. അപ്പൊ എല്ലാരും QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നമ്മുടെ മൈദു കുട്ടിക്ക് വോട്ട് ചെയ്യണേ.
മൈഥിലി കുട്ടി എന്തോ ഇതെന്താ ഇത്? ഇത് എവിടുന്നാ വന്നേക്കുന്ന ഇപ്പൊ? ഇവിടുന്ന്. ഇവിടുന്നാണോ? മിടുക്കിയായിട്ട് പാടിയേ. താങ്ക് യു. എനിക്ക് ഇന്നത്തെ ആ ഫുൾ പെർഫോമൻസും ആ കോസ്റ്റ്യൂമും ആ ഇന്നത്തെ മൊത്തം വൈബും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ചോലമലം കാറ്റടിക്കണ് ജാതിമരം പൂത്തിരിക്കണ് മൂപ്പാ മുറവാ. നല്ല എന്താ പറയാ, നല്ല മെച്യൂരിറ്റി ഉണ്ടായിരുന്നു ഇന്നത്തെ പെർഫോമൻസിന്. നല്ല മെച്യൂർ ആയിട്ട് പാടുകയും ചെയ്തു. ആ വോയിസിൽ തന്നെ നല്ലൊരു മെച്യൂരിറ്റി ഫീൽ ചെയ്തിരുന്നു എനിക്ക് കേട്ടോ. മിടുക്കിയായിട്ട് പാടി. ഒരുപാട് നല്ല 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 ഭാഗങ്ങളുണ്ടായിരുന്നു. എടുത്തു പറയാനാണെങ്കിൽ ഫ്രം ദ ഫസ്റ്റ് പല്ലവി ഒരുപാട് നല്ല ഭാഗങ്ങളുണ്ടായിരുന്നു. മൂപ്പാ മുറവ എന്ന് പാടിയത്. മൂപ്പാ മുറവ വാസ് സോ ഗുഡ് കേട്ടോ. കാട്ടുമുളം തേൻ തുളിക്കണ് കാക്കരത്തേൻ കാത്തിരിക്കണ് മൂപ്പാ മുറവാ. പിന്നെ തുണ്ടു പല്ലവിയില് മണിയമ്മ നല്ല എന്തോ ഒരു എക്സ്ട്രാ പാടിയില്ലേ, എന്തായിരുന്നു അത്? പള്ളിയൂരെ ബില്ലേശമാൻ തരണ മണിയമ്മ നല്ല. ആഹാ സൂപ്പർ ആയിരുന്നു അത് കേട്ടോ. ലാസ്റ്റ് പല്ലവിയിൽ പ്രത്യേകിച്ചും യെസ് കിടുക്കി. താങ്ക് യു. പള്ളിയൂരെ ബില്ലേശമാൻ തരണ മണിയമ്മ നല്ല. വെള്ളരിക്ക തേങ്ങാക്കലും വിളക്കും കൊണ്ടുവാ. വിത്ത് കുത്തി കഞ്ഞിയും വെക്കടി എന്ന് പറയുന്ന ആ ഭാഗം സൂപ്പർ ആയിരുന്നു. താങ്ക് യു. അതുപോലെ തന്നെ മാല കെട്ടണ മാമ എന്ന് പറഞ്ഞു ചരണത്തില്. ഇതെല്ലാം സൂപ്പർ 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 ഏരിയാസ്. മൈഥിലി കുട്ടി ഇന്ന് കിടിലനായിട്ട് പാടിയ കുറേ ഭാഗങ്ങൾ, ഒരുപാട് ഭാഗങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇടിവെട്ട് പൂവറുത്ത് മാല കെട്ടണ മാമ. കമരെടുത്താളം കൊട് മാരിമുത്തേ. ഇടുകയായിട്ട് പാടി. ആകെ ഒരു കുഞ്ഞ് സജഷൻ തോന്നിയതെന്ന് പറഞ്ഞാൽ ബേസ് പോകുന്നില്ലേ, ബേസ് പോകുന്ന ഏരിയാസ് എസ്പെഷ്യലി കായക്കൊമ്പ് കരിവീട്ടി കഞ്ഞിയിലിട്ട് എന്ന് പറഞ്ഞിട്ട് പോകുന്ന അനുപല്ലവിയിലത്തെ പോർഷനും ഊരിൽ നിന്ന് മലന്തേവി ഇല്ലേ, ആ രണ്ട് ഭാഗങ്ങളില്ലേ, അവിടെ ഒരു ബേസ് പോകുന്നുണ്ടല്ലോ. അപ്പോ മൈക്ക് കുറച്ചും കൂടെ അടുത്ത് വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ എലിജിബിൾ ആയണേന്ന് ഫീൽ ചെയ്തു. ഓക്കെ, അത് രണ്ടും മാത്രമേ ഒരു സജഷൻ ഉള്ളൂ. ബാക്കി നല്ല വോയിസ്, നല്ല പെർഫോമൻസ്, നല്ല കോസ്റ്റ്യൂം, മിടുക്കി, താങ്ക് യു. സൂപ്പറായി പെർഫോം ചെയ്തു കേട്ടോ. യെസ്, നല്ലൊരു പ്ലസന്റ് റെൻഡിഷൻ ആയിരുന്നു, പ്ലസന്റ് പെർഫോമൻസ് ആസ് വെൽ. താങ്ക് യു. ഭൂമിയോളം പുകഴേന്തും അരശനല്ലോ സ്വാമി. വിത്തുകുത്തി കഞ്ചിയിൽ വെക്കടി രാപ്പരുന്ത്. ഇത് ഈ ഭാഷ നമുക്ക് എവിടുന്ന കൂട്ടൻ, നമുക്ക് വയനാടാണോ അതോ കുടകുന്നാണോ അതോ ബഡുക ലാംഗ്വേജ് ആണോ? ഊട്ടി ഭാഗത്ത് പടുക പോലെ തോന്നുന്നില്ല ചേട്ടാ. ഇല്ല അല്ലേ? എനിക്കൊന്ന് കുറച്ചും കൂടെ ഒരു ട്രൈബൽ ട്രേറ്റില് അത് നമ്മുടെ വയനാട് ഭാഗത്താണോ ഇത് ഈ ലാംഗ്വേജ്? അങ്ങനെ എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ഗിരീഷേട്ടന് മനസ്സിൽ ഇങ്ങനെ ആയിരിക്കും. പക്ഷെ ഭയങ്കര സുഖമുണ്ടല്ലേ കേൾക്കാൻ? ബിലീഫാണല്ലോ അത് ചെയ്യുന്നുണ്ട്. അത് ഈ കോസ്റ്റ്യൂം ഇട്ടിട്ട് അത് പാടുന്ന സമയത്ത് സമയത്ത് ഭയങ്കര ഫ്ലേവർ ആണ് അതിന്റെ. ഭയങ്കര രസമുണ്ട് അത്. ആൻഡ് മൈഥിലിയുടെ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു സിംഗിങ് ആയിരുന്നു. റെൻഡിഷൻ വാസ് റിയലി ബ്യൂട്ടിഫുൾ. അതാണ് കറക്റ്റ്. ചേട്ടൻ പറഞ്ഞാണ് കറക്റ്റ്. യെസ്. മണക്കരി മലകരു നീ കരിക്കടത്തടി മാറി. പുലിമടക്കാടോരത്തെ മാനിറച്ചി. വളരെ ഒരു ക്ലീൻ ആൻഡ് ഇത് രസമായിരുന്നു പറയും കേൾക്കാൻ. വോയിസും അട്രാക്റ്റീവ് ആണ്, അതിനനുസരിച്ച് പാട്ട്. അതിൽ ചില ഹൈലൈറ്റ്സ് ഉണ്ടായിരുന്നു, നല്ല ഹൈലൈറ്റ്സ്. മാമ എന്നൊക്കെ പറയുന്നത് നല്ല രസമാണ്. മാമ, സാമി, മുറവ, മൂപ്പ മുറവ, ഇതൊക്കെ ഒരു ഹൈലൈറ്റ് ചെയ്ത് പറയാം നമുക്ക്. ഗംഭീരമായിരുന്നു. ഓക്കെ, അട്ടകാടടങ്ങി കോടവന്നി കരിമലമേലിരുളടങ്ങി. തെയ്യത്തോ 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 തെയ്യന്താര. ആൻഡ് അവസാനത്തെ ഹമ്മിങ്ങും ഗംഭീര ലാസ്റ്റ് അല്ലേ? ഹമ്മിങ്, ആ റസ്റ്റിക് ഹമ്മിങ്, that was good. ബ്യൂട്ടിഫുൾ. ഇറ്റ് വാസ് ഗുഡ്. കീപ് ഇറ്റ് അപ്പ്. നമ്മുടെ കോറസ് കടക്കിയത് ആ ശരിയാ, പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. കുറച്ച് അതിഗംഭീരം. പിന്നെ ഇന്ന് കോറസ് ചേച്ചിമാർ എനിക്ക് മോട്ടിവേഷൻ തന്നത്. മോട്ടിവേഷൻ തന്നോ? ഞാൻ പറഞ്ഞു ഓ അങ്ങനെയായിരിക്കും പാടാന്നൊക്കെ പറഞ്ഞപ്പോ പറഞ്ഞു എന്റെ ബെസ്റ്റ് ആയിട്ട് അങ്ങ് പെർഫോം ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഗുഡ് ഗുഡ്. ഓ, അതിന്റെ ധൈര്യത്തിലാണല്ലേ വന്ന് പാടിയത്? പിന്നെ എല്ലാരും സപ്പോർട്ട് ചെയ്തു. Support അനുഷ്ക ചെയ്തു. ചേച്ചിയും ശരിക്കും ഇത് മൈഥിലി കുട്ടിയാന്ന് മനസ്സിലാവില്ല അല്ലേ മേക്കപ്പില് അല്ലേ? വേറെ ട്രാൻസ്ഫോം ആയി, വേറെ ആരോ മാതിരി. വേറെ ആരോ പോലെ ആയി. എന്തായാലും ചുന്ദരിയാണ് കേട്ടോ. താങ്ക് യു. ഇത് മണ്ണിന്റെ മണമുള്ള പാട്ടാണ് അല്ലേ? മലങ്കാറ്റിനെ വിളിക്കുന്ന പാട്ടാണ്, കാടിനെ ഉണർത്തുന്ന പാട്ടാണ്. നമ്മുടെ മൊയ്തുകുട്ടിയുടെ
അല്ല മൈഥിലിക്കുട്ടിയുടെ ടാലന്റിനെ വിളിച്ചുണർത്തുന്ന പാട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശബ്ദമാണ്. എനിക്ക് ആ ശബ്ദത്തിൽ കുറച്ചൊരു ചെസ് വോയിസും കൂടെ ചേർത്തിട്ടുണ്ട് അല്ലേ? അത് അതിനുള്ള ശ്രമമുണ്ട്. അത് കൊള്ളാം. താങ്ക് യു. അത് നല്ലതാണ്. അത് അറിഞ്ഞുകൊണ്ടാണോ? അതറിയില്ല, അതറിയില്ല. അത് അറിയാതെ വന്നതെന്ന് ആ അറിയാതെ വരുന്നതാണ് ടാലന്റ്. നാച്ചുറലായി വരുന്നത് അല്ലേ? അതാണ് നാച്ചുറലായിട്ട് വരികയാണ്. അതെ. അത് നമ്മൾ അറിയാതെ നമ്മുടെ ശ്വാസത്തിൽ അതങ്ങ് കടന്നുകൂടുന്നു. ദാറ്റ് ഈസ് ടാലന്റ്. അത് ഗംഭീരമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ മേളിൽ പാടില്ലേ, ആട്ടക്കാതടങ്കി എന്ന് പാടി. പിന്നെ ആടും മുട്ട് കുത്തി അല്ലേ? ആ അത് ആട്ടം മുട്ടുകുത്തി. എനിക്ക് ഇതിന്റെ വാക്കുകളൊന്നും കറക്റ്റ് എടുത്തിരുന്നില്ല. അനുപലയുടെ അവസാനം ചരണത്തിന്റെ അവസാനം മേലെയുള്ള ഒക്ടേവ് ഉണ്ടല്ലോ, അവിടുത്തെ ശബ്ദം കിടുക്കച്ചിയ. ആ ഒത്തിരി അങ്ങനെ നമ്മുടെ മനസ്സിൽ തറയ്ക്കുന്ന പോലെയായിരുന്നു കേട്ടോ. പിന്നെ ഇടിവെട്ട് അതും കൊള്ളായിരുന്നു. അതിനിടയിൽ മാമ, ആ ചേട്ടൻ പറഞ്ഞില്ലേ, ആ മാമയുടെ എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു, ഒരു രക്ഷയിലാണ്. താങ്ക് യു സർ. അപ്പൊ അങ്ങനെ ഒരുപാട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. മിന്നാമിന്നെ കാണാൻ പറ്റില്ല, മൊത്തം മിന്നായം ആണ്. സ്വിച്ച് ഓണാക്കി വെച്ചു. ഒരു മിനുക്കലുണ്ടായിരുന്നു. മിനുക്കൽ ആ കോസ്റ്റ്യൂമിലുള്ള മിനുക്കില്ലേ, അതുപോലെ മിനുക്ക് പണി പോലെ ഈ പാട്ടിൽ കുറെ മിനുക്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അത് ആ മിനുക്കം കാണാൻ പറ്റി. അതെല്ലാം ഭയങ്കര സന്തോഷമുള്ളതാണ്. ഒരു കാര്യം മാത്രം എനിക്ക് തോന്നി, അതായത് ഈ സംസ്കൃതത്തിൽ പറയുന്ന പോലെ ഭൂമിയോളം എന്ന് പറയാൻ സാധ്യതയില്ലല്ലോ. ഈ പാട്ടിൽ അങ്ങനെയാണോ പാടിയിരിക്കുന്നത്? അത് ഭൂമിയോളം എന്നേ പറയാൻ പറ്റും. ഭൂമിയോളം. അപ്പൊ ഭൂമി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഇവര് നാട്ടിൽ വന്നിട്ട് ഭയങ്കര സംസ്കരിക്കപ്പെട്ട ഒരു ടെക്സ്റ്റ് ബുക്കൊക്കെ, MA-ക്കുള്ള ടെക്സ്റ്റ് ബുക്കൊക്കെ, അതും സംസ്കൃതത്തിന്റെ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ട് തിരിച്ചു പോയി പാടിയ പോലെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലുള്ള കുഞ്ഞല്ലേ, അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ടെൻഷൻ ഉണ്ടാവും. പറഞ്ഞോ, എനിക്കറിയില്ല. നോക്കട്ടെ അവിടെ എത്തുന്നു. ഇത്രയും നാളായിട്ട് പാടില്ലേ? 99 ഉണ്ടോ? എനിക്കൊരു സംശയമുണ്ട്. ഓക്കെ, നമുക്ക് പറയാലേ. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 99 ഔട്ട് ഓഫ് 100 ഫോർ മൈദു ടുഡേ. താങ്ക് യു. അപ്പോ ഇന്നത്തെ പെർഫോമർ ഓഫ് ദി ഡേ ആരാണ്? അതെ, ഞാൻ തന്നെ. അതിനുവേണ്ടി ഞാൻ വേദിയിലേക്ക് M ജയചന്ദ്രനെ ഇൻവൈറ്റ് ചെയ്തു. ഓഹോ, ചേട്ടാ, മനസ്സ് നിറഞ്ഞല്ലേ ചേട്ടാ? അല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പാടുമ്പോഴാണ് നമ്മൾ അവിടെ ഇരിക്കുന്നതിൽ ഒരു അർത്ഥം ഉണ്ടാവുന്നത് അല്ലേ? നന്ന് വളരെ നന്ന്. അപ്പൊ നമ്മുടെ മൈഥിലി കുട്ടിക്ക് പവിഴം കോക്കനട്ട് ഓയിൽ സമ്മാനിക്കുന്ന ഒരു സ്നേഹ സമ്മാനം, കൂടെ ടോപ്പ് സിംഗറിന്റെ ലിറ്റിൽ സൂപ്പർ സ്റ്റാറിന് കിൻഡർ ബോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ്. ടോപ്പ് സിംഗറിലെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ നല്ല പാട്ടിനും പെർഫോമൻസിനും ഒക്കെ വേണ്ടിയിട്ട് പ്രേക്ഷകർ ഇനിയും വെയിറ്റ് ചെയ്യാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് തൽക്കാലത്തേക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ക്വാർട്ടർ ഫൈനലിന്റെ നല്ല കിടിലൻ എപ്പിസോഡുമായിട്ട് നമ്മൾ നാളെ ഇതേ സമയം വീണ്ടും കാണും. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ ബൈ, സീ യു.